നമസ്കാരം, കണ്ണൂർ വൺ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ സുമിത് രാഘവ്. കണ്ണൂരിൽ അശാന്തിയുടെ നാളുകൾ തിരിച്ചു വരുന്നുവോ? ആദ്യം നോക്കാം പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. കണ്ണൂർ പുന്നത്ത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം, 3 പേർക്ക് ഗുരുതര പരിക്ക്. സ്ഫോടനം നടന്നത് CPM ശക്തി കേന്ദ്രത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് വീണ്ടും ആശങ്കയുടെ ദിനം. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗി തൂങ്ങി മരിച്ചു. കണ്ണൂർ കേളകത്ത് ആദിവാസി യുവതിയുടെ ആത്മഹത്യാ കൊലപാതകമെന്ന് പോലീസ്. കോളയാട് സ്വദേശി വിപിനെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്നംചേരി സ്വദേശിനിയായ ആദിവാസി യുവതി ശോഭയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓഗസ്റ്റ് 28-ന്. മഞ്ചേശ്വരം MLA MC ഖമറുദ്ദീനെതിരെ വഞ്ചനാ കുറ്റത്തിന് കൂടുതൽ കേസുകൾ. MLAക്കെതിരെ 4 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. കൂടുതൽ പേർ പരാതികളായി എത്തുമെന്ന് സൂചന. മഞ്ചേശ്വരം വോർക്കാടിയിൽ വൻ കഞ്ചാവ് വേട്ട. കേസിൽ മൊറാത്തണ സ്വദേശി ജാബിർ അറസ്റ്റിൽ. കഞ്ചാവ് വേട്ടയ്ക്ക് വഴി തുറന്നത് തളിപ്പറമ്പിൽ നിന്ന് അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ. വാർത്തകൾ വിശദമായി. കണ്ണൂർ കതിരൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം, 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പൊന്നം ചൂളയിലെ CPM ശക്തി കേന്ദ്രത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്റ്റീൽ ബോംബുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. പൊന്നം പാലത്തിന് താഴെ പുഴക്കരയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് ബോംബ് നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ നിന്നും പൊട്ടാത്ത 12 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തു. അപകടത്തിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റ ഒരാളുടെ 2 കൈകളും അറ്റുപോയ നിലയിലാണ്. സ്ഫോടനം നടന്ന സ്ഥലം കണ്ണൂർ SP യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. ബോംബ് നിർമ്മാണത്തിനിടെയാണ് ബോംബ് സ്ഫോടനം ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു. ബേസിക്കലി ലോക്കലി ഒരു ബോംബ്സ് ഉണ്ടാക്കുമ്പോൾ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട്. ആരാണ് എന്താണ് നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരാൾ ഹോസ്പിറ്റലിലുണ്ട്, പുള്ളി സീരിയസ് ആണെന്ന് പറയുന്നു. അത് നമ്മളിപ്പോൾ അവിടെ അങ്ങോട്ട് പോയിട്ട് അന്വേഷണം ചെയ്യും. കൂടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു, 1 ആണോ 2 ആണോ 3 ആണോ, അത് നമ്മളിപ്പോൾ തുടർന്ന് അന്വേഷണത്തിൽ മനസ്സിലാവും. പിന്നെ ഒരു നാടൻ ബോംബ് ഉണ്ടാക്കുമ്പോഴാണ് ഈ കയറ് കെട്ടിയിട്ട് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അവിടെ സ്ഫോടനം നടന്നതായിട്ട് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതല്ലാതെ 12ഓളം വേറെ സ്റ്റീൽ ബോംബുകൾ ഫ്രഷ്ലി മെയ്ഡ്, പഴയതല്ല, ഫ്രഷ്ലി മെയ്ഡ്, അതിൻ്റെ തൊട്ടടുത്ത നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് എന്താണ് ഇതിലുള്ളത് ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ അന്വേഷണം ചെയ്ത ശേഷം ആധികാരികമായിട്ട് ഞങ്ങൾ പറയാൻ പറ്റും. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ 1 തലശ്ശേരി. സംസ്ഥാനത്തിന് ആശങ്ക പകർന്ന് കോവിഡ് കണക്കുകൾ. കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും 2000 കടന്നു. 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം 2000 പിന്നിടുന്നത്. സംസ്ഥാനത്ത് 2479 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 2255 പേർക്കും രോഗം പകർന്നത് സമ്പർക്കത്തിലൂടെയാണ്. 11 പേർ ഇന്ന് കോവിഡ് ബാധിച്ച് മരിച്ചു. കണ്ണൂരിൽ ഇന്ന് 115 പേർക്കാണ് കോവിഡ് പോസിറ്റീവായത്. വീണ്ടും 11 ജില്ലകളിൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ 100 കടന്നതും ഇന്നത്തെ ആശങ്കയായി. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗി ആത്മഹത്യ ചെയ്തു. ചാല സ്വദേശി രവീന്ദ്രനെയാണ് 707 വാർഡിലെ ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് ഇയാളെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ ഡോക്ടർമാർ പരിശോധനയ്ക്കെത്തിയപ്പോൾ ഇയാൾ വാർഡിലുണ്ടായിരുന്നു. പിന്നാലെ എക്സ്റേ പരിശോധനയ്ക്ക് കൊണ്ടുപോകാനായി ജീവനക്കാർ എത്തിയപ്പോൾ വാർഡിൽ രോഗിയെ കാണാനില്ലായിരുന്നു. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് 707 നമ്പർ വാർഡിലെ ബാത്റൂമിൽ ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അധികൃതർ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. കണ്ണൂർ 1 പയ്യന്നൂർ. തലശ്ശേരി ടെലി ആശുപത്രിയിൽ ജീവനക്കാർ ഉൾപ്പെടെ 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ നടന്ന പരിശോധനയിലാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് ആശുപത്രി അടച്ചു. ആശുപത്രിയിലെത്തിയ OP IP രോഗികൾ ഉൾപ്പെടെയുള്ളവർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 35 പേരെ പരിശോധിച്ചതിൽ 10 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജീവനക്കാർ ഉൾപ്പെടെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പോസിറ്റീവായവരുടെ സമ്പർക്ക പട്ടിക കണ്ടെത്തുക എന്ന ശ്രമകരമായ ദൗത്യത്തിലാണിപ്പോൾ ആരോഗ്യവകുപ്പും പോലീസും. കണ്ണൂർ 1 തലശ്ശേരി. കണ്ണൂർ അഞ്ചരക്കണ്ടി കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്നും ചാടിപ്പോയ പ്രതിയെ പിടികൂടി. കൂളിക്കുന്ന് സ്വദേശി റംസാൻ സൈനുദ്ദീനാണ് പിടിയിലായത്. കാസർഗോഡ് ബദിയടുക്കയിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. പശുവിനെ മോഷ്ടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ പിടിയിലായത്. അഞ്ചരക്കണ്ടി കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്നും ആഗസ്റ്റ് 24-നായിരുന്നു ഇയാൾ ചാടിപ്പോയത്. നേരത്തെയും ഒരു തവണ ഇയാൾ കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയിരുന്നു.
വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ലോറി മോഷണ കേസിൽ പ്രതിയായ റംസാൻ സൈനുദ്ദീനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായതിനെ തുടർന്ന് തോട്ടടയിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്നതിനിടെയായിരുന്നു ആദ്യം രക്ഷപ്പെട്ടത്. എടക്കാട് സ്റ്റേഷൻ പരിധിയിലെ മുഴപ്പിലങ്ങാട് നിന്ന് ബൈക്ക് മോഷ്ടിച്ചാണ് ഇയാൾ അന്ന് കടന്നുകളഞ്ഞത്. കണ്ണൂർ 1 കണ്ണൂർ. തലശ്ശേരി മൊത്ത മത്സ്യ മാർക്കറ്റിലെ വ്യാപാരിക്കും കുടുംബത്തിനും കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നഗരത്തിലെ ചില്ലറ മൊത്ത മത്സ്യ മാർക്കറ്റുകൾ പോലീസും ആരോഗ്യ വിഭാഗവും ചേർന്ന് അടപ്പിച്ചു. മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്ന 3 റോഡുകളും പരിസരത്തുള്ള കടകളും അടച്ചിട്ടു. കഴിഞ്ഞ 2 ദിവസമായി ഈ മേഖലയിൽ 8 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3 മാസത്തിനിടെ 2ാം തവണയാണ് തലശ്ശേരി കടൽ തീരത്തോട് ചേർന്നുള്ള മത്സ്യമാർക്കറ്റുകൾ അടച്ചിടുന്നത്. നേരത്തെ മൊത്ത മത്സ്യമാർക്കറ്റിലെ വ്യാപാരികളായ ധർമ്മടം സ്വദേശികളുടെ കുടുംബത്തിൽ രോഗബാധയും മരണവും നടന്ന പശ്ചാത്തലത്തിലായിരുന്നു നടപടി. 1 മാസത്തിലേറെയാണ് അന്ന് മാർക്കറ്റുകൾ അടച്ചിട്ടത്. പിന്നീട് 2 വട്ടം അണുനശീകരണം നടത്തി സുരക്ഷ ഉറപ്പുവരുത്തിയാണ് മാർക്കറ്റ് തുറന്നു പ്രവർത്തിച്ചത്. നഗരസഭയിലെ ചില വാർഡുകൾ ഇപ്പോഴും ക്ലസ്റ്റർ മേഖലയായി തുടരുകയാണ്. മട്ടാമ്പ്രം ഗോപാലപേട്ട തീരദേശ മേഖലയിലും ന്യൂമാഹിയിലും രോഗവ്യാപനം കൂടുകയാണ്. വ്യാഴാഴ്ച രാവിലെയാണ് ചില്ലറ മത്സ്യമാർക്കറ്റും മാംസമാർക്കറ്റും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളും പോലീസ് അടപ്പിച്ചത്. മട്ടാമ്പ്രം വാർഡിൽ സമൂഹ വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് തീരുമാനം. നഗരത്തിലെ പ്രധാന വാണിജ്യ മേഖല സ്ഥിതി ചെയ്യുന്നത് ഈ വാർഡിലാണ്. കണ്ണൂർ 1 തലശ്ശേരി. കണ്ണൂർ കേളകത്ത് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ ആദിവാസി യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. പെരുവ സ്വദേശി വിപിനെ കേളകം പോലീസ് അറസ്റ്റ് ചെയ്തു. ഓഗസ്റ്റ് 28-നാണ് താഴെ മന്തഞ്ചേരി സ്വദേശിനിയായ ആദിവാസി യുവതി ശോഭയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോളയാട് പെരുവ സ്വദേശി വിപിനെയാണ് കൊലപാതക കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. മരിച്ച ശോഭയുടെ ആഭരണങ്ങൾ പ്രതി പണയം വെച്ചതായും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയെ കേളകം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കണ്ണൂർ 1 കേളകം. തൃക്കരിപ്പൂരിലെ ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ മഞ്ചേശ്വരം MLA MC ഖമറുദ്ദീനെതിരെ കൂടുതൽ നിക്ഷേപകർ പരാതികളുമായി എത്തി. 4 കേസുകൾ കൂടി MLAക്കെതിരെ രജിസ്റ്റർ ചെയ്തു. ഇതോടെ ആകെ 7 പരാതികളിൽ പോലീസ് കേസെടുത്തു. ചെറുവത്തൂരിലെ ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയിൽ പണം നിക്ഷേപിച്ച മുട്ടം വെങ്ങരിയിലെ നാലകത്ത് അബ്ദുൾ റഹ്മാൻ, കാടങ്കോട് സ്വദേശികളായ KM മഹബൂദ്, ഖദീജ, KC അബ്ദുൾ റസാഖ് എന്നിവരാണ് ചന്ദേര പോലീസിൽ പരാതി നൽകിയത്. നേരത്തെ കാടങ്കോട്ടെ അബ്ദുൾ ഷുക്കൂർ, MTP സുഹറ, വലിയ പറമ്പിലെ EK ആരിഫ എന്നിവരും പരാതി നൽകിയിരുന്നു. ഫാഷൻ ഗോൾഡ് ചെയർമാനായ MLA, മുസ്ലിം ലീഗ് നേതാവും ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടറുമായ TK പൂക്കോയ തങ്ങൾ എന്നിവർക്കെതിരെയാണ് കേസ്. കേസിൽ കൂടുതൽ പേർ പരാതിയുമായി എത്തിയേക്കുമെന്ന് സൂചനയുണ്ട്. കണ്ണൂർ 1 കാസർഗോഡ്. കാസർഗോഡ് മഞ്ചേശ്വരത്തിനടുത്തുള്ള വോർക്കാടിയിൽ വൻ കഞ്ചാവ് വേട്ട. അപ്പാർട്ട്മെന്റിന്റെ 3ാം നിലയിൽ സൂക്ഷിച്ച 18.5 കിലോ കഞ്ചാവ് പിടികൂടി. മൊറാത്തണ സ്വദേശി ജാബീറിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മഞ്ചേശ്വരം താലൂക്കിൽ വോർക്കാടി മോറത്തണയിലെ കേരള ഹൗസ് എന്ന അപ്പാർട്ട്മെന്റിന്റെ 3ാം നിലയിൽ നിന്നാണ് 18.5 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. കുമ്പള റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ N നൌഫലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. കാസർഗോഡ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഹൗസ് അപ്പാർട്ട്മെന്റിൽ പരിശോധന നടത്തിയത്. റെയ്ഡിൽ 2 വലിയ ചാക്കുകളിലായി സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് യുവാവിനെ വിളിച്ചുവരുത്തി അറസ്റ്റ് ചെയ്തു. കുമ്പളയിലും പരിസരത്തും വിൽപ്പന നടത്താൻ കർണാടകയിൽ നിന്നും എത്തിച്ചതായിരുന്നു കഞ്ചാവ്. പ്രതിയെ കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കി. പ്രിവന്റീവ് ഓഫീസർമാരായ P മോഹനൻ, P സുരേഷൻ, സിവിൽ എക്സസൈസ് ഓഫീസർമാരായ സുധീഷ്, കണ്ണൻകുഞ്ഞി, നസറുദ്ദീൻ, ഹസ്രത് അലി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മെയ്മോൾ ജോൺ എന്നിവരും റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. കണ്ണൂർ 1 കാസർഗോഡ്. മഞ്ചേശ്വരത്തെ കഞ്ചാവ് വേട്ടയിലേക്ക് വഴി തുറന്നത് തളിപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം കഞ്ചാവ് കേസിൽ പിടിയിലായ യുവാവിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ അറസ്റ്റ് ചെയ്ത മലപ്പുറം പൊന്മുണ്ടം സ്വദേശി ജാഫർ അലിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മലബാർ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ ശൃംഖലയിലേക്കാണ് വഴി തുറന്നത്. കാസർഗോഡ് മുതൽ മലപ്പുറം വരെ കഞ്ചാവ് എത്തിച്ചു നൽകുന്ന കണ്ണിയായിരുന്നു ജാഫർ അലി. ഇടപാടുകാർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകാനുള്ള യാത്രക്കിടെയായിരുന്നു ഇയാൾ 4 ദിവസം മുൻപ് തളിപ്പറമ്പ് പോലീസിന്റെ പിടിയിലായത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കാസർഗോഡിനും മലപ്പുറത്തിനുമിടയിൽ വൻ കഞ്ചാവ് മാഫിയയുടെ കണ്ണികൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. മഞ്ചേശ്വരത്തെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ പേർ വലയിലായേക്കുമെന്ന സൂചനയാണ് എക്സൈസ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ്, പ്രിവന്റീവ് ഓഫീസർ ഗിരീഷ് KV, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ രാജീവൻ PK, മനോഹരൻ PV, സിവിൽ എക്സൈസ് ഓഫീസർ രജിരാജ് PV, ഡ്രൈവർ പുരുഷോത്തമൻ KV എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയിരുന്നത്. കണ്ണൂർ 1 തളിപ്പറമ്പ്. കാസർഗോഡ് നീലേശ്വരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന 8ാം പ്രതി അറസ്റ്റിൽ. പടന്നക്കാട് കരുവളം സ്വദേശി കിൻഡൽ മുഹമ്മദാണ് പോലീസിന് മുമ്പിൽ കീഴടങ്ങിയത്.
മഞ്ചേശ്വരം പോലീസിന് മുന്നിലാണ് ഇയാൾ കീഴടങ്ങിയത്. പ്രതിയെ ഈ മാസം 17 വരെ റിമാൻഡ് ചെയ്തു. ആന്റിജൻ ടെസ്റ്റ് നടത്തിയ ശേഷമാണ് പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. ഭ്രൂണാവശിഷ്ടങ്ങളിലെ DNA ഒത്തുനോക്കാൻ മുഹമ്മദിന്റെ രക്തസാമ്പിളും ശേഖരിച്ചിരുന്നു. കേസിൽ പെൺകുട്ടിയുടെ 50-കാരനായ പിതാവും ഞാണിക്കടവ് സ്വദേശികളായ 17-കാരൻ മുഹമ്മദ് റിയാസ്, മുഹമ്മദ് കുഞ്ഞി എന്നിവരെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അത്തിച്ച എന്ന അസിയെയും ഷമീം എന്നിവരെയും പിടികൂടാനുണ്ട്. കർണാടക മടിക്കേരിയിൽ വെച്ചാണ് കിൻഡൽ മുഹമ്മദ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. മാതാവ് തന്നെയാണ് മടിക്കേരിയിലെ അജ്ഞാത കേന്ദ്രത്തിൽ പെൺകുട്ടിയെ എത്തിച്ചത്. പീഡിപ്പിച്ച പിതാവ് ഭാര്യയുടെ ഒത്താശയോടെ മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചുവെന്നാണ് കേസ്. മാതാവ് പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കാൻ കൂട്ടുനിന്നുവെന്നതിനും തെളിവ് കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് കീഴടങ്ങിയതോടെ കേസിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്നാണ് സൂചന. പെൺകുട്ടിയെ അയൽ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ കൊണ്ടുപോയി മറ്റു പലർക്കും കാഴ്ചവെച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. പിതാവും മാതാവും ചേർന്ന് തന്നെയാണ് കുട്ടിയെ പലർക്കും കാഴ്ചവെച്ചത്. കേസിൽ 10 പ്രതികളാണുള്ളത്. 6 കേസുകളിൽ 4 കേസും നീലേശ്വരം ഇൻസ്പെക്ടർ PR മനോജും, 1 കേസ് SI KP സതീഷും, മറ്റൊരു കേസ് ചീമേനി പോലീസ് ഇൻസ്പെക്ടർ S അനിൽകുമാറുമാണ് അന്വേഷിക്കുന്നത്. കണ്ണൂർ 1, കാസർഗോഡ്. കാസർഗോഡ് കുമ്പള മുട്ടംകേറ്റിൽ അനധികൃത മണൽ ശേഖരം പിടികൂടി. മുട്ടംകടവിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സംഭരിച്ച 20 ലോഡ് മണലാണ് കാസർഗോഡ് DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ഭൂമി കണ്ടുകെട്ടുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഉടമയ്ക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തു. പിടികൂടിയ മണൽ ലേലം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ 1, കാസർഗോഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ പുന്നത്ത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം, 3 പേർക്ക് ഗുരുതര പരിക്ക്. സ്ഫോടനം നടന്നത് CPM ശക്തി കേന്ദ്രത്തിൽ. സംസ്ഥാനത്ത് ഇന്ന് വീണ്ടും ആശങ്കയുടെ ദിനം. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും വർധനവ്. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗി തൂങ്ങി മരിച്ചു. കണ്ണൂർ കേളകത്ത് ആദിവാസി യുവതിയുടെ ആത്മഹത്യാ കൊലപാതകമെന്ന് പോലീസ്. കോളയാട് സ്വദേശി വിപിനെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്നംചേരി സ്വദേശിനിയായ ആദിവാസി യുവതി ശോഭയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓഗസ്റ്റ് 28-ന്. മഞ്ചേശ്വരം MLA MC ഖമറുദ്ദീനെതിരെ വഞ്ചനാ കുറ്റത്തിന് കൂടുതൽ കേസുകൾ. MLAക്കെതിരെ 4 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. കൂടുതൽ പേർ പരാതികളായി എത്തുമെന്ന് സൂചന. മഞ്ചേശ്വരം വോർക്കാടിയിൽ വൻ കഞ്ചാവ് വേട്ട. കേസിൽ മൊറാത്തണ സ്വദേശി ജാബിർ അറസ്റ്റിൽ. കഞ്ചാവ് വേട്ടയ്ക്ക് വഴി തുറന്നത് തളിപ്പറമ്പിൽ നിന്ന് അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.kannur1.com സന്ദർശിക്കുക. കണ്ണൂർ 1 ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കണ്ണൂർ 1 കണ്ണടയ്ക്കുന്നില്ല. ഇനി കാണാം ടൂറിസത്തിന്റെ സാധ്യതകളിലേക്കുള്ള കണ്ണൂരിന്റെ തിരിച്ചുപോക്ക്. കോവിഡ് ഉണ്ടാക്കിയ പ്രതിസന്ധികൾക്കൊടുവിൽ കണ്ണൂർ ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തുറന്നു. ഇനി സന്ദർശകർ എന്നെത്തും എന്ന കാത്തിരിപ്പിലാണ് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ.